ഉത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണ് തിരിച്ച് അനന്തപുരി തറവാടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് വരുന്നത് അറിഞ്ഞിട്ട് നമ്മളെ ദേവയാനിയും നയനയാണെങ്കിൽ ഉറങ്ങാതെയൊക്കെ സിറ്റുള്ളിൽ ഇരിക്കും കേട്ടോ, ആദർശിനെ കാത്തിട്ട്. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഒന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ദേവയാനിക്കും നയനയ്ക്കൊക്കെ ആണെങ്കിൽ ആദർശിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആദർശനെ. അങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മയും നയനയൊന്നും ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, അതെങ്ങനെയാ മോനെ നീ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉറക്കം വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ മോൻ വരുന്നത് കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അമ്മേ അവർക്കാർക്കും അറിയാതിരിക്കുന്നേ നല്ലത്. നമ്മളെ ജലജ അപ്പച്ചിക്കാണെങ്കിലും അഭിക്കാണെങ്കിലും നവ്യക്കൊക്കെ ആണെങ്കിലും അറിയാതിരിക്കുന്നേ നല്ലത്. എന്തായാലും എന്നെ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. മുത്തശ്ശൻ്റെ ഗൾഫിലെ പിടിപാട് ഇത്രയ്ക്കും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അവർ പിടിപാട് കൊണ്ടാണ് എന്നെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് കൊണ്ടുപോകാതിരുന്നത്. അപ്പം നമ്മൾ എതിരാളികൾക്ക് പെട്ടെന്ന് എന്നെ ഒന്നും ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ആദർശാണെങ്കിൽ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ദേവയാനി പറയുന്നുണ്ട്, അതെങ്ങനെ ഉറങ്ങും, നീ ഇവിടെ എത്തിയെന്ന് എയർപോർട്ടിൽ എത്തിയെന്ന് മുത്തശ്ശന് അറിഞ്ഞായിരുന്നു, ഇനി ഉറങ്ങി കാണുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് മുത്തശ്ശനെ കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ നേരെ പോയി മുത്തശ്ശനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തശ്ശനൊക്കെ ആണെങ്കിലും ആദർശനെ കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോനെ ഇതിന് പിന്നിലുള്ളത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം വെച്ചാൽ നീ ഇവിടുന്ന് പോയ അപ്പോൾ ഉള്ള ന്യൂസും കാര്യങ്ങളും കറക്റ്റായിട്ട് അവർക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീ ചെന്ന ഉടനെ തന്നെ നിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിലുള്ള ആരാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്കറിയാവോ AM ജ്വല്ലറിയുടെ ഓണർ ആരാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അത് 3-4 പേര് ഉണ്ടെന്ന മുത്തശ്ശ അത് അറിഞ്ഞത്. എന്തായാലും ചെറിയ അറിവൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ നാളെ നല്ലതുപോലെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ്റെ അടുത്ത്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്, എന്തായാലും മോനെ നീ ഇവിടെ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം. എന്തായാലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ അറിയാമല്ലോ, നീ ഇവിടെ വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ അവരിങ്ങനെ നോക്കിയൊക്കെ പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാനൊക്കെ അവർക്ക് പറ്റും. അതുകൊണ്ട് മോന് നോക്കിയൊക്കെ വേണം ഇവിടുന്ന് പുറത്തിറങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും നമ്മൾ മുത്തശ്ശൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ആദർശം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ആദർശാണെങ്കിൽ നേരെ നയനെ എടുത്തോട്ടാണ് പോകുന്നുണ്ട്. അപ്പോൾ നയനിക്കാണെങ്കിൽ ആദർശനെ കണ്ട ഭയങ്കര സന്തോഷത്തിൽ ആദർശനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ എത്ര പേടിച്ചു പോയെന്നറിയാവോ ആദർശ് ചേട്ടാ. ഇപ്പം ഗൾഫിലൊക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നല്ലോ ആദർശ് ചേട്ടാ. അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പേടിച്ചു പോയി. ഞാനാണെങ്കിൽ ഒരു ടെൻഷൻ അടിച്ച് ഞാനാണെങ്കിൽ മരിച്ചു പോകുമെന്ന് വരെ പേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, ഓ എൻ്റെ പെണ്ടാണ്ടിക്ക് ഇത്രയും ധൈര്യമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ആദർശേട്ടനാണ് എൻ്റെ ബലവും കാര്യങ്ങളും. അപ്പം ആദർശേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ ഇങ്ങനെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ നവ്യ ആണെങ്കിൽ നേരെ വന്ന് നയനയുടെ റൂമിൻ്റെ ഡോറൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ അങ്ങ് പേടിച്ചു വിട്ടാണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഡോറൊക്കെ തുറക്കുന്നുണ്ട്. അപ്പം നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ ആരടുത്ത് സംസാരിച്ചതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നയന പറയും, ഞാൻ ആരടുത്ത് സംസാരിക്കാനാ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ ആരടുത്തും സംസാരിച്ചില്ലെന്ന് പറയുമ്പോൾ, നീ ആരടുത്ത് സംസാരിച്ചാണൊക്കെ എനിക്ക് തോന്നി, പക്ഷേ വേണമെങ്കിൽ ചേച്ചിക്ക് കയറി നോക്കാനൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് നോക്കുകയൊന്നും വേണ്ട, നീ ഇങ്ങനെ ആരടുത്ത് സംസാരിച്ചാണൊക്കെ എനിക്ക് തോന്നിയത്, ആദർശേട്ടൻ്റെ സൗണ്ട് കണക്കൊക്കെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നയന പറയുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നത്, എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ നമ്മൾ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് സങ്കടമായെന്ന് എനിക്ക് അറിയാം, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ചോദിച്ചെന്നേ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ എന്താ ചെയ്യും, ആദർശേട്ടന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അത് ദൈവമായിട്ട് അയാൾക്ക് കൊടുത്തത്, അത്രയ്ക്കും വലിയ ദ്രോഹമല്ലേ അയാൾ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശമാണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട്, ആരെ അനുഭവിക്കാൻ പോകുന്നതെന്ന് വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം, പിന്നെ നിൻ്റെ ജീവിതം ഓർത്ത് മാത്രമാണ് ഞാനിപ്പോൾ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ തന്നെ ഞാൻ എടുത്തിട്ടേ എന്നൊക്കെയുള്ള കാര്യം ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിനക്കും ഇത്തിരി അഹങ്കാരം ഇപ്പോൾ കൂടി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ആദർശ്. എന്നിട്ടാണല്ലോ നമ്മൾ നവ്യാണെങ്കിൽ ശരി എന്നൊക്കെ പറഞ്ഞ്, നീ ആരടുത്ത് സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ആരടുത്താണ് സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട്, അത് ഞാൻ ആദർശേട്ടൻ്റെ ഫോട്ടോയിൽ ഞാനിങ്ങനെ സംസാരിച്ചതാണ്, എൻ്റെ സങ്കടം ഞാൻ പിന്നെ ആരടുത്താണ് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നയനയും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പോയ ശേഷം നമ്മൾ ആദർശാണെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എന്താ ഇപ്പം ആദർശം പറയുന്നുണ്ട്,
പറയുന്നുണ്ട് അത് ശരി, എന്തായാലും ഇവരെയൊക്കെ കണ്ണിൽ പെട്ടാൽ എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ ചെവിയോർത്ത് തന്നെ നടക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ നമുക്ക് ആദർശേട്ട ഇവിടെ വേറെ റൂമുണ്ടല്ലോ, ആരും അങ്ങോട്ട് വരത്തില്ലല്ലോ, അപ്പോൾ ആ റൂമിലോട്ട് ആദർശേട്ട നിൽക്കുന്നേ നല്ലത്, ഞാൻ എന്തായാലും അങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ആദർശമാണെങ്കിൽ ആ തീരുമാനം എടുത്ത് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ആ റൂമിലോട്ട് മാറി തന്നെ താമസിക്കാമെന്നൊക്കെയുള്ള തീരുമാനം നമ്മൾ ആദർശം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.